Welcome to Orange Apple Motivational Monster. ഓഗസ്റ്റ് 11 2024 ഡേ 1483 റൈറ്റ് 1483 ദിവസം മോട്ടിവേഷണൽ മോൺസ്റ്ററിന്റെ 1500 ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പൊ നമ്മൾ. അഞ്ചാമത്തെ വർഷം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ഫോർ ബീങ് വിത്ത് അസ് ടുഗദർ എവറി ടൈം. സോ നമ്മൾ ശരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഇത്ര അധികം പഠിക്കാനുള്ളത്? ബിക്കോസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സോഫ്റ്റ് സ്കില്ല് സൂപ്പർ സോഫ്റ്റ് സ്കില്ലുകളിൽ ഒന്നാണ്. സൂപ്പർ സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ ചില സോഫ്റ്റ് സ്കില്ലുകൾ നമ്മൾ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയായിട്ട് രൂപീകരിക്കപ്പെടുന്നത്, വ്യക്തിത്വമായി അറിയപ്പെടുന്നത്, വ്യക്തിത്വമായി വികസിക്കപ്പെടുന്നത്, വ്യക്തിത്വമായി സമൂഹമധ്യേ നിലനിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്, പ്രകാശിക്കപ്പെടുന്നത്, പ്രകടിപ്പിക്കപ്പെടുന്നത്, ആളുകൾ അവതരിപ്പിക്കുന്നതെല്ലാം ആ വ്യക്തിത്വത്തിന്റെ മികവിനെ അനുസരിച്ചായിരിക്കും. അതിന്റെ മികവിന്റെ ഒരു റേറ്റിംഗ് ഉണ്ടാവും. അതിന്റെ ഒരു ക്വാളിറ്റി, പത്തരമാറ്റം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു ക്വാളിറ്റി ഓറിയന്റഡ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി ബേസിക്കലി ക്രിയേറ്റ് ചെയ്ത് വരുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ഹ്യൂമൻ സ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സ്കില്ലാണ് ആക്ച്വലി ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ശരിയായ മനോഭാവം ശരിയായ ഒരാളുടെ ജീവിതത്തിൽ വലിയ പ്രകാശമുണ്ടാക്കാൻ, വലിയ പ്രകടനങ്ങൾ ഉണ്ടാവാൻ, വലിയ മികവുണ്ടാവാൻ, വലിയ വിജയങ്ങളിലേക്ക് പോകുവാൻ, അദ്ദേഹത്തിന്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് ആളുകൾ ആകർഷിപ്പിക്കപ്പെടാൻ ഇത് വളരെ വലിയ ഗുണമുണ്ടാക്കും. ഏതൊരു മനുഷ്യന്റെയും ചുറ്റുപാടുകളിൽ ഒരു സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്വാധീന വലയം ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും ഉയർച്ചയിലും പ്രായം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഓട്ടോ ഗ്രോത്തിന്റെ സമയത്ത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. ഈ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ചുറ്റുപാടുമുള്ള തൻ്റെ വൃത്തത്തിൽ, സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു വൃത്തത്തിനകത്തേക്ക് ആളുകളെ വളരെ ശാന്തമായി, മനോഹരമായി, വളരെ ക്വാളിറ്റേറ്റീവായിട്ട് ആളുകളെ ആഡ് ചെയ്യുവാൻ സാധിക്കുന്ന ആളുകളും, നേരെ എതിരായി ഓപ്പോസിറ്റായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളും, രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഏറ്റവും മനോഹരമായ, ക്വാളിറ്റേറ്റീവായ, എൻകറേജിങ് ആയ, ഡെവലപ്പിംഗ് ആയ, അതേപോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ആയി മാറുകയും അത്തരത്തിലുള്ള വ്യക്തികളെ തൻ്റെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലേക്ക് ആഡ് ചെയ്യുവാൻ, കൂട്ടിച്ചേർക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നത് വഴി ഒരു വ്യക്തി മികച്ച വ്യക്തിയായി മാറുകയും പിന്നീട് അദ്ദേഹം ഉയർന്നു പോകേണ്ട രംഗങ്ങളിൽ മികച്ചതായി മാറാൻ സാധിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായ ഒരു സോഫ്റ്റ് സ്കില്ലാണ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം. ഈ രണ്ട് മനോഭാവത്തിന്റെ രണ്ട് ഭാഗങ്ങൾ, അതായത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള മനോഭാവങ്ങൾ ഒരു വ്യക്തിത്വത്തിന്റെ ഉയർച്ച, വളർച്ച അല്ലെങ്കിൽ തളർച്ച, തകർച്ചയെ തീരുമാനിക്കുന്നു. അപ്പൊ തളർച്ചയെയും തകർച്ചയെയും നെഗറ്റീവായ വ്യക്തിത്വത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ ഉടമയാണെങ്കിൽ അത് തളർച്ചയെയും തകർച്ചയെയും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത് പോലെ തന്നെ, തൻ്റെ വളർച്ചയെയും വികസനത്തെയും ഉയർച്ചയെയും ഒക്കെ തൻ്റെ പോസിറ്റീവായ മനോഭാവം ഉണ്ടാക്കിയെടുക്കുവാൻ വളരെ അങ്ങേയറ്റം സഹായിക്കുന്നു എന്നർത്ഥം. അപ്പോ ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നീട് ടൈം മാനേജ്മെന്റിന്റെ കാര്യമായിരുന്നാലും ശരി, കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും ശരി, പിന്നെ വേറെ എന്ത് തരത്തിലുള്ള പുതിയ പുതിയ ഹാർഡ് സ്കില്ലും സ്മാർട്ട് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ടെക്നിക്കൽ സ്കില്ലും ലൈഫ് സ്കില്ലും ഒക്കെ ആഡ് ചെയ്താലും ആ ഒരു രൂപത്തിലേക്ക് ഉയർന്നു പോകുവാൻ ആവശ്യമായ രൂപത്തിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ബേസ്, ഇതൊരു അടിസ്ഥാനമാണ്. ശരിക്കും ഒരു വീടിനൊക്കെ തറയിടുന്നത് പോലെ തന്നെ അടിസ്ഥാനപരമായ ഒരു സ്കില്ലാണ് ആക്ച്വലി ഈ
സോഫ്റ്റ് സ്കില്ലുകളിലെ ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത. അപ്പൊ അടിസ്ഥാനപരമായി തന്റെ മനോഭാവം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തിയ ഉറപ്പുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, അയാൾക്ക്, ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവാൻ സാധ്യത, പോസിറ്റീവായിട്ട് സന്തോഷം ഉണ്ടാവാനുള്ള സാധ്യത, തന്റെ ഇരിക്കുന്ന മര അല്ലെങ്കിൽ ചില്ല മുറിച്ചാൽ പോലും തന്റെ ചിറകുകളിൽ വിശ്വാസം അർപ്പിക്കുന്നത് പോലെ തന്നെ തന്റെ മനോഭാവം മികച്ചതാണ് എന്നുള്ള കോൺഫിഡൻസ് കൃത്യമായി ഉള്ളത് കൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലേക്കുള്ള ഉയർച്ചയിലേക്ക് തന്റെ മനോഭാവം നിലനിർത്തിക്കൊണ്ട് വളരെ വലിയ ഉയർച്ച എനിക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്, പോസിറ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വ്യക്തിത്വത്തിന് പ്രോഗ്രസീവായ ഒരു ടോണുണ്ടോ, പ്രൊഡക്റ്റീവായ ഒരു ടോണുണ്ടോ, അതല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയ ഒരു ടോണുണ്ടോ, പോസിറ്റീവായ ഒരു ഒരു ഇത്തരത്തിലുള്ള ഒരു ടോൺ നമുക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതിന് പകരം സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ ആൾറെഡി ഉള്ള ആളുകളെ അകറ്റിക്കളയുന്ന, എനിക്കറിയാം ചില ആളുകൾ സംസാരം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ നകന്നു പോകും. സി, ഈ സംസാരം വരുന്നത് എപ്പോഴാണ്? മനോഭാവം, മോശമായ സംസാരം വരുന്നത് മോശമായ മനോഭാവത്തിൽ നിന്നാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സ്കില്ല് മനോഭാവത്തിന്റെ പുറത്ത് തന്നെയാണ് വരിക. അപ്പൊ ആദ്യം മനോഭാവം തന്നെയാണ് ശരിയാവേണ്ടത്. അപ്പോൾ ഏത് രൂപത്തിലുള്ള ആളുകളെയും നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ തനിക്കുണ്ട് എന്നർത്ഥം എങ്കിൽ തൻ്റെ മനോഭാവം മികച്ചതാണ് എന്നാണ് അർത്ഥം. അപ്പൊ തൻ്റെ മനോഭാവം മികവ് ആണ് എന്ന് ഉറപ്പുവരുത്തലാണ് ഏറ്റവും പ്രധാനം. ഓരോ ആളുകളും അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഫീൽ ഗുഡ് ഫാക്ടറാണ്. FGF, ഫീൽ ഗുഡ് ഫാക്ടർ. എന്താണ് ഫീൽ ഗുഡ് ഫാക്ടർ? നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾറെഡി. ഫീൽ ഗുഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്തുള്ള ആളുകളിലേക്ക് നമ്മളിൽ നിന്ന് സന്തോഷമുണ്ടാക്കുന്ന, കുളിർമയുണ്ടാക്കുന്ന, മധുരിതമായ, മനോഹരമായ, സുഗന്ധം പരത്തുന്ന അരോമ പകർത്തുവാൻ സാധിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ഫീൽ ഗുഡ് ഫാക്ടർ. ഓ, ഞാൻ ചില സമയങ്ങളിലൊക്കെ ചില ആളുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട് ചില സെഷനുകളിൽ. ഈ ആളുകൾ എൻ്റെ ജീവിതത്തിലെ എൻ്റെ വഴികൾക്കിടയിൽ ഞാൻ കാണുകയും കണ്ടുമുട്ടുകയോ ചെയ്യുകയും അവരുടെ മികച്ച ചർച്ചയോ മുഖഭാവമോ ചിന്തയോ പരിചയമോ അതേപോലെ സംസാര ഭാഷയോ അല്ലെങ്കിൽ പെരുമാറ്റ രീതിയോ മര്യാദകളോ സ്വഭാവമോ അല്ലെങ്കിൽ ഹാബിച്വേറ്റഡ് ആയിട്ടുള്ള അവരുടെ മികച്ച ക്വാളിറ്റികളൊക്കെ അവരുമായി നല്ല ഫീൽ ഗുഡ് ഫാക്ടർ ട്രാൻസാക്ട് ചെയ്യാൻ സാധിച്ചു. നല്ല ഫീൽ ഗുഡ് ഫാക്ടർ, നല്ല ഒരു ഞാൻ നിങ്ങളെക്കുറിച്ച് നന്നായി സംസാരിക്കുകയോ നല്ലതിനെ കുറിച്ച് പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്തുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു കുളിർമ, ഒരു കോൾമയർ കൊള്ളൽ, ഒരു സുഖതരമായ ഒരു അവസ്ഥയാണ് ശരിക്കും ഫീൽ ഗുഡ് ഫാക്ടർ. അതിന് പകരം മുഖത്ത് നോക്കി മോശമായി, ചീത്തയായി, ഇഷ്ടമില്ലാത്ത, സന്തോഷമില്ലാത്ത, സമാധാനം കളയുന്ന, സ്നേഹമില്ലാത്ത, വെറുപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന, വെറുപ്പ് നിലനിർത്തുന്ന, വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രകടന, പെരുമാറ്റ, മര്യാദ രീതികളൊക്കെ ഒരു മനുഷ്യന്റെ ഫീൽ ഗുഡ് ഫാക്ടറിന് എഗെയിൻസ്റ്റ്. അത് ഫീൽ ബാഡ് ഫാക്ടറോ, ഫീൽ വെരി ബാഡ് ഫാക്ടറോ അല്ലെങ്കിൽ ഫീൽ വേഴ്സ്റ്റ് ഫാക്ടറോസ് ആവും. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളോട് സംസാരിച്ചാൽ ആ ഉള്ള എനർജി പോലും അങ്ങ് പോകും, തീർന്നു. എന്താ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? അതിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ താല്പര്യമില്ല ആളുകൾക്ക്, അല്ലെങ്കിൽ ആ പ്രത്യേക വ്യക്തി നമ്മളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം നമ്മളുടെ സംസാരം ആ വ്യക്തിയുമായി ഫീൽ ഗുഡ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അയാൾക്ക് സമാധാനമോ സന്തോഷമോ മനസ്സിന് സുഖമോ നൽകുന്ന നല്ല രൂപത്തിലുള്ള വാക്കുകൾ സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ നാവിന് സാധിക്കുന്നില്ല. അപ്പൊ ഫീൽ ഗുഡ് ഫാക്ടർ നമ്മുടെ ആ സംസാര ഭാഷയിൽ നിന്നില്ല. അത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലും, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും, കൂട്ടുകാരൻ കൂട്ടുകാരിയോട് പറഞ്ഞാലും, കൂട്ടുകാരി കൂട്ടുകാരനോട് പറഞ്ഞാലും, കൂട്ടുകാരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞാലും, നാട് നീളെ അയൽവാസികൾ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും, ആരോട് പറഞ്ഞാലും ശരി, ആ വാക്കുകൾക്കകത്തുള്ള യഥാർത്ഥ അർത്ഥം, ഫീൽ ഗുഡ് ഫാക്ടർ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഐ ആം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ യു. നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. കുട്ടികൾ നമ്മൾ കളിക്കുമ്പോൾ അടി ഉണ്ടാക്കും. എനിക്ക് നിന്റെ കൂടെ കളിക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? നീ എപ്പോഴും ചതിക്കും, പറ്റിക്കും, നീ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, കളവ് പറയും, ഈ കളിയൊന്നും ശരിയാകും.
ഫീൽ ഗുഡ് ഫാക്ടർ ഇല്ല, അട്രാക്റ്റീവ് അല്ല. ഇല്ല, ഞാൻ നിന്റെ കൂടെ കമ്പനി, ഞാൻ അവന്റെ കൂടെ കളിക്കും, ഹി ഈസ് ഗുഡ്. ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട് അവിടെ. സോ എവിടെയാണോ ഫീൽ ഗുഡ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നോ അങ്ങോട്ട് ആളുകൾ അട്രാക്ട് ചെയ്യും. സോ ഡു യു ഹാവ് എ ഫീൽ ഗുഡ് ഫാക്ടർ ടു അട്രാക്ട് പീപ്പിൾ ടു ദ സറൗണ്ടിങ്സ്? ഇതാണ് ഏറ്റവും പ്രധാനം. ഇതുകൊണ്ടാണ് ആറ്റിറ്റ്യൂഡിന് ഞാൻ പലപ്പോഴും ഡെഫിനിഷനായിട്ട് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയത് എന്ന് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്. ആറ്റിറ്റ്യൂഡ് ഇസ് എ കുക്ക്ഡ് അരോമ വിച്ച് സ്പ്രെഡ്സ് ദ ഫീൽ ഗുഡ് ഫാക്ടർ ടു ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുകളിലേക്ക് ഏറ്റവും മികച്ച ഫീൽ ഗുഡ് ഫാക്ടറുകളെ പ്രസരിപ്പിക്കുന്ന വിതറുന്ന ഒരു കുക്ക്ഡ്, പാചകം ചെയ്തെടുത്ത മികവുറ്റ ഒരു സുഗന്ധമാകുന്നു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പലപ്പോഴും അതിന്റെ ഡെഫിനിഷനായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാറ്. സോ അത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടറിന്റെ ഉടമയാണ് അവനവൻ എന്നുള്ളത് ഉറപ്പിച്ച് നിർത്താൻ സാധിച്ചാൽ ഗുഡ്. ഇനി മോശമാണെങ്കിൽ അത് വലിയ ടെൻഷൻ ആവാനോ ഡിപ്രഷൻ ആവാനോ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാനൊന്നുമില്ല. അതിനെ ബിൽഡ് ചെയ്തെടുക്കാം, അതിനെ ഡെവലപ്പ് ചെയ്യാം, അതിനെ മെല്ലെ മെല്ലെ പോളിഷ് ചെയ്ത ആളുകളെ ആകർഷിപ്പിച്ചെടുക്കാനുള്ള എത്രയോ കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. എത്രയോ ട്രെയിനേഴ്സ് ഉണ്ട്, എത്രയോ ട്രെയിനിങ് കോഴ്സുകളുണ്ട്, എത്രയോ മെന്റേഴ്സും കോച്ചുമാരും അവൈലബിൾ. So you can approach them. They will tell you how to make yourself a person of feel good. So I wishing you all the very best and have a great day. God bless and thank you so much and love you all. We'll see tomorrow morning in day 1 for 8-3 inshallah. Thank you. Thank you, sir. Thank you, sir. Thank you, Abu sir. Yes, sir. Thank you. Thank you Thank you, all. ma'am. Thank you, ma'am. Thank you, sir. Thank you. Thank you. Thank you. Okay, sir. Thank you. Thank you, Rahman. Thank you. Thank you. Okay, sir. Okay, God Sandosh. bless. God bless.